തടസ്സങ്ങളും നിയന്ത്രണങ്ങളും നീങ്ങിയത് നിക്ഷേപകർക്ക് പുതിയ സാധ്യതകൾ നൽകുന്നതായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി. സൗദി രാജാവിനും കിരീടാവകാശിക്കും കീഴിൽ പുരോഗമിക്കുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യാ പരിഷ്കാരങ്ങൾ AI വരെ നടപ്പിലാക്കാൻ കഴിയാത്തവർ വിപണിയിൽ പിറകിൽ പോകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിക്ഷേപകർക്ക് പശ്ചിമേഷ്യയിലെയും ആഫ്രിക്കൻ മേഖലയിലെയും മികച്ച സമയം എത്തിയോ എന്നതായിരുന്നു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിലെ ചർച്ചയുടെ ഉള്ളടക്കം. സാങ്കേതിക വിദ്യകൾ നടപ്പാക്കുന്നതിൽ നിക്ഷേപകർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി പറഞ്ഞു. റോബോട്ടിക്സ് അടക്കം ലുലു നടപ്പാക്കി വരികയാണ്. പുത്തൻ സാങ്കേതിക വിദ്യകൾ നടപ്പാക്കാൻ കഴിയാത്തവർ പിറകിൽ പോകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. And new laws are coming in the picture. So these 3-4 aspects for an investor is forcing the investor to invest in this great country, Saudi Arabia. We invested 3 billion. There was 2030 vision which His Royal Highness declared. We, Lulu Group as a retailer, we also decided to go with the 2030 vision. സൗദിയിൽ ദീർഘദൃഷ്ടിയുള്ള ഭരണ നേതൃത്വത്തിന് കീഴിൽ നിക്ഷേപ സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ നീക്കി പുതുവഴികൾ തുറന്നു. വിഷൻ 2030-നൊപ്പം ലുലുവും വളരുകയാണ്. 100 ഹൈപ്പർ മാർക്കറ്റ് എന്ന സ്വപ്നത്തിലേക്ക് 2030-ന് മുന്നേ ലുലു എത്തും. We have to digitalize, we have to transform, and we have to be with the era, otherwise we will be backward. So in our case, we are doing this digitalization, transformation, and also artificial intelligence, and we are using robotic systems. All this we already introduced in our retail sector. Otherwise we cannot sustain. യൂറോപ്പും US-ഉം വിസ നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തുന്ന കാലത്ത് പുത്തൻ ടാലന്റുകളെ പശ്ചിമേഷ്യ സ്വീകരിക്കണമെന്ന് ചർച്ചയിൽ സംബന്ധിച്ചവർ ചൂണ്ടിക്കാട്ടി. റായിദ് വെഞ്ചേഴ്സ് ഫൗണ്ടിംഗ് പാർട്ണർ ഉമർ അൽ മജ്ദൂഇ, വിഷൻ ഇൻവെസ്റ്റ് ചീഫ് പോർട്ട്ഫോളിയോ ഓഫീസർ അലി അയ്യൂബ്, ബി ക്യാപിറ്റൽ കോ ഫൗണ്ടർ രാജ് ഗാംഗുലി, മായ ഹുജേജ് എന്നിവരും സെഷനിൽ പങ്കെടുത്തു. മീഡിയ 1 റിയാദ്.